ഹലോ, സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? എനിക്കിന്ന് ലീവാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് എൻ്റെ എട്ടുമണിയിലെ പൂവൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. രാവിലെ തന്നെ ആ കാഴ്ചയെ കണ്ടത്. പിന്നെ രാവിലെ അടുക്കളയിലൊക്കെ കയറി. പുറത്ത് നല്ല മഴയായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അത് ഗോതമ്പ് പുട്ടാണ്. ഞാൻ അരിപ്പുട്ട് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഗോതമ്പ് പുട്ട് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത്. ഇതെനിക്ക് എൻ്റെ ചേട്ടായി പറഞ്ഞ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പുട്ടിലോട്ട് ഉപ്പിട്ടിട്ട് തേങ്ങ തിരുമ്മി വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നനഞ്ഞില്ല എന്നൊരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. കാരണം ഇത് ഇങ്ങനെ നൈസായതുകൊണ്ട് പെട്ടെന്നെങ്ങും വെള്ളം കൂടിപ്പോയാൽ പായസമായിപ്പോവും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കേട്ടോ. പുട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇനി പുട്ടിന് കറി വേണമല്ലോ. കറിക്ക് ഒരു സവാളയും ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. സവാളയും തക്കാളിയും കൂടെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് എന്നിട്ട് നമ്മൾ അതിലോട്ട് സിമ്പിളായിട്ട് പൊടികൾ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു മുട്ട ഇതുപോലെ ഒഴിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയില്ല എന്നുള്ളൊരു ഇതിലൊന്ന് എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ അടിപൊളിയായിരുന്നു കേട്ടോ.